മോഹൻലാൽ പുഞ്ചിരിമട്ടത്തേക്ക് എത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. മുണ്ടക്കൈ മേഖലയിൽ ആദ്യം പോയി, അതിനുശേഷമാണ് ഇപ്പോൾ മോഹൻലാൽ പുഞ്ചിരിമട്ടത്തേക്ക് എത്തിയിരിക്കുന്നത്. പുഞ്ചിരിമട്ടത്തും ഈ ദൗത്യം വിലയിരുത്തുകയാണ്. അവിടെ മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അപ്പോൾ എല്ലാ മേജർ രവി അടക്കമുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും എല്ലാ മേഖലകളിലും അദ്ദേഹം എത്തുന്നു. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സംഘാംഗങ്ങളോട്, സംഘത്തലവന്മാരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഇനി പുഞ്ചിരിമട്ടത്ത് നിന്ന് ചൂരൽമലയിലേക്കുള്ള മടക്കമാണോ തത്സമയം കാണാൻ സാധിക്കുന്നത്? മോഹൻലാൽ മുണ്ടക്കൈയിലടക്കം സന്ദർശിച്ച ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആദ്യം ചൂരൽമലയിലെത്തി, പിന്നീട് ഈ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുള്ള ഇതിലേക്ക്, അതായത് പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന ഈ മട്ടം എന്ന് പറയപ്പെടുന്ന സ്ഥലം. അവിടേക്ക് മോഹൻലാൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. മേജർ രവി മോഹൻലാൽ പുഞ്ചിരിമട്ടയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം അവിടുന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതൊരു സന്ദേശം എന്നുള്ള നിലയ്ക്കാണ് ഈ ദുരന്ത ഭൂമിയിൽ ഞാൻ കൂടെയുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് മോഹൻലാൽ നൽകുന്നത്. ഒരു നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണലാണ്. അപ്പോൾ ആ പദവിയിൽ അദ്ദേഹം സൈനികനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനികരായ സഹപ്രവർത്തകർക്കൊപ്പം നിൽക്കുക, അവരുടെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി മോഹൻലാലിൻ്റെ വരവിന് എന്തായാലും ഉണ്ടാകണം. മോഹൻലാൽ 25 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. നാട് ഒരു വലിയ ദുരന്തത്തെ നേരിടുമ്പോൾ മോഹൻലാൽ അതിനൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. അത് കേവലം വേറെ ഒരു ദുരന്ത മേഖലയിൽ ഒരു സെലിബ്രിറ്റി വരുന്നു എന്നത് മാത്രമല്ല മോഹൻലാൽ സന്ദർശനം കാണാൻ സാധിക്കും. ഈ പുഞ്ചിരിമട്ടത്തെ ലാൻഡ് സ്ലൈഡ്, അതായത് ഈ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലമാണ് ഈ പുഞ്ചിരിമട്ടം. അവിടെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം നടന്നിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ മോഹൻലാല് ആർമി ഉദ്യോഗസ്ഥരോടൊപ്പം, റെസ്ക്യൂ ഉദ്യോഗസ്ഥരോടൊപ്പം സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഈ വിവരങ്ങൾ, റെസ്ക്യൂവിന്റെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും, അതായത് ഈ അപകടം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മോഹൻലാൽ സന്ദർശിച്ചിരുന്നു. ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്കും വരുന്നത്. അല്പസമയത്തിനുള്ള അദ്ദേഹം ഈ റെസ്ക്യൂ മേഖലകളിൽ നിന്ന് മടങ്ങും. അതിനുശേഷം അദ്ദേഹം പോവുക ഈ ക്യാമ്പുകളിലേക്കായിരിക്കും. പലതരത്തിലുള്ള ക്യാമ്പുകളിലേക്കും അദ്ദേഹം പോകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ ഭാഗമായിട്ടാണ് മോഹൻലാൽ ഇപ്പോൾ ഇവിടെ ഈ സന്ദർശനം നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഉരുൾപൊട്ടി ഒഴുകി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായ ഒരു സ്ഥലമാണ്, ഒരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് അപകടത്തിന്റെ വ്യാപ്തി അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ മോഹൻലാൽ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ആർമി ഹെഡ് അദ്ദേഹത്തോട് മോഹൻലാലിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും ഈ റെസ്ക്യൂ നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള എഫേർട്ട് ആർമി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ കുറച്ച് ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അവിടെയൊക്കെ ചേർത്ത് പിടിക്കുക, അവർക്കൊക്കെ ആത്മവിശ്വാസം നൽകുക, തുടർരക്ഷാപ്രവർത്തനത്തിൽ അവരോടൊപ്പം മനസ്സുണ്ടെങ്കിലും പങ്കുചേരുക തുടങ്ങിയ കാര്യങ്ങളാണ് മോഹൻലാൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന കാര്യം. അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മേപ്പാടിയിൽ നേരെ വന്നത് ചൂരൽമലയിലേക്കാണ്. അവിടുന്ന് മുണ്ടക്കയിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് അവിടുത്തെ സാഹചര്യവും അവിടുത്തെ രക്ഷാപ്രവർത്തനവും ഏത് രീതിയിലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ മുണ്ടക്കയിൽ ഇറങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം ഈ പുഞ്ചിരിമട്ടത്തേക്ക്, അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായ ലാൻഡ് സ്ലൈഡിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലത്തേക്ക് മോഹൻലാൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ NDRF ഉദ്യോഗസ്ഥരോടും ആർമി ഉദ്യോഗസ്ഥരോടും സംസാരിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം, അതിനപ്പുറത്തേക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ലാൻഡ് ജോഗ്രഫിയിൽ നമ്മൾ റെസ്ക്യൂ നടത്തുക, ഇതുവരെ എന്തുമാത്രം റെസ്ക്യൂ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അത് ചോദിച്ചറിയുന്നുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് നിന്നാണ് ഏതാണ്ട് 19 പേരെയോളം ആർമി റെസ്ക്യൂ നടത്തിയത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അതുൾപ്പെടെ മോഹൻലാൽ ചോദിച്ചറിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മോഹൻലാലിന്റെ ഉദ്യോഗസ്ഥരോട് മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ്. നേരത്തെ അദ്ദേഹം മുണ്ടക്കൈയിൽ പോയപ്പോഴും അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള റഡാർ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ അദ്ദേഹം തേടിയിരുന്നു. ഇപ്പോൾ മോഹൻലാൽ കൂടുതൽ മുകളിലേക്ക് കയറുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തിന്റെ കൂടുതൽ താഴേക്ക്, അതായത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പോർഷനിലേക്ക് അദ്ദേഹം ഇറങ്ങി പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിന് തൊട്ടപ്പുറത്തെ മേഖലകളിൽ മുഴുവൻ തോട്ടമാണ്. ആ തോട്ടം മേഖലയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം, അതാണ് മോഹൻലാൽ പ്രധാനമായും അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ തോട്ടം മേഖലയിൽ നിരവധി വീടുകളുണ്ടായിരുന്നു, ചില റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവയ്ക്കൊക്കെ എന്ത് പറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ ജോഗ്രഫിയെ കുറിച്ച് അദ്ദേഹം ചോദിച്ചറിയുകയാണ്. അദ്ദേഹത്തിനൊപ്പം മേജർ രവി ഉണ്ട്, മാത്രമല്ല മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അത് ഈ മദ്രാസ് റെജിമെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ കോഴിക്കോട് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരുണ്ട്. അവരടക്കം ഇവിടെയുണ്ട്. അവരോട് ഇതെങ്ങനെയാണ് ഈ ലാൻഡ് സ്ലൈഡിന്റെ ഒരു സ്വഭാവം, മാത്രമല്ല
മാത്രമല്ല ഇതിൽ എത്ര പേർക്ക് ഇവിടെ നിന്ന് നമുക്ക് റെസ്ക്യൂ നടത്താൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ മോഹൻലാൽ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ആശ്വാസവാക്കുകളുമായി അല്പസമയത്തിനുള്ളിൽ ക്യാമ്പുകളിലേക്കും സന്ദർശനം നടത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ പുഞ്ചിരിമുട്ടത്ത് തന്നെ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ മഹാദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്ന മഹാദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് ഒരു കൈത്താങ്ങാവുകയാണ്, അവർക്ക് ആശ്വാസ സാന്നിധ്യമാവുകയാണ് ഇത്തരം ഇടപെടൽ എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മോഹൻലാലിനൊപ്പം ആർമി ഗാർഡ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തത് മുതൽ അദ്ദേഹം ആർമി ഗാർഡുകളോടൊപ്പമായിരുന്നു, അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥരോടൊപ്പമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിന് തൊട്ടപ്പുറത്തെ പ്രദേശങ്ങളിലടക്കം വലിയ തരത്തിൽ ഈ അപകടത്തിൽ മഹാ അപകടത്തിൽ ചില പ്രശ്നങ്ങൾ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹാദുരന്തത്തിന്റെ നേർക്കാഴ്ച അതാണ് ഇപ്പോൾ മോഹൻലാൽ നോക്കിക്കാണുന്നത്. അദ്ദേഹം ഓരോ ഉദ്യോഗസ്ഥരോടും ഇതുവരെ നടത്തിയ എണ്ണങ്ങൾ, അത് മാത്രവുമല്ല ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ നേരിടുന്ന ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുൾപ്പെടെ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇപ്പോൾ മൊബൈൽ ഫോണിലടക്കം ഈ ആദ്യഘട്ടം ഉണ്ടായിരുന്നു, അതായത് ആദ്യം എങ്ങനെയായിരുന്നു ഈ പ്ലേസ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ആർമി ഉദ്യോഗസ്ഥർ മോഹൻലാലിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ റിവർ ബെഡ് മേഖലയിലാണ് ഒരുപക്ഷെ കൂടുതൽ വീടുകളുണ്ടായിരുന്നു. അതൊക്കെ അപ്പാടെ ഇങ്ങനെ എടുത്ത് താഴേക്ക് പോകുന്ന കാഴ്ച അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, മോഹൻലാൽ എല്ലാ മേഖലകളിലും, അതായത് ഈ നമ്മൾ സെക്ടറുകൾ തിരിച്ചു പറഞ്ഞ ഏതാണ്ട് 3ഓളം ആളുകൾ ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രദേശവാസിയായ ആളെ മോഹൻലാൽ വിളിക്കുകയാണ്. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിരിക്കും. പ്രദേശവാസിയായ ഒരാളെ മോഹൻലാൽ അതായത് നാട്ടുകാരിൽ ചിലരെ അദ്ദേഹം അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അവരോട് അദ്ദേഹം ഒരാൾ എത്തിയിരിക്കുന്നു, അദ്ദേഹത്തോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികളോടും അവർ അനുഭവിച്ച ദുഃഖങ്ങൾ, അവർ ആ സമയത്ത് അനുഭവിച്ച ഭയാനകമായ സാഹചര്യം അതടക്കം മോഹൻലാൽ ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് ആശ്വാസവാക്കുകൾ പകരുന്നു, ആശ്വാസ സാന്നിധ്യം ആകുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഇങ്ങോട്ടേക്കുള്ള വരവ് അത് അത്യന്തം ദുർഘടമാണ് ഹാഷ്മി. കാരണം നമുക്കറിയാം ചൂരൽമല അത് ബെയിലിപ്പാലവും കടന്ന് മുണ്ടക്കൈയും കടന്ന ലയങ്ങളൊക്കെ പിന്നിട്ട് ഇനി മുകളിൽ വരണം, അവിടെയാണ് ഈ പുഞ്ചിരിമട്ടമുള്ളത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ മോഹൻലാൽ ദുഷ്കരമായ ഈ സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ പ്രദേശവാസിയായ ഒരാളുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി ക്യാമ്പുകളിലേക്ക് സന്ദർശനം ചെയ്യും എന്നുള്ളതും അദ്ദേഹം ഒരു വിവരമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് മോഹൻലാൽ ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളോട് അവരോട് വിവരം തേടുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ക്യാമറാമാൻ അഭിലാഷ് തൊഴിലും കൂടെ പകർത്ത ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. ഞാൻ മുൻപ് ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ ഹഷ്മി, ഈ മേഖലകളിലൊക്കെ മോഹൻലാൽ ആർമിയോടൊപ്പം സന്ദർശനം നടത്തുന്നുണ്ട്. ഇനിയൊരു പക്ഷേ അദ്ദേഹം മറ്റു ചില സ്ഥലങ്ങളിലേക്ക് കൂടി പോയേക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ അപകടം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം മോഹൻലാൽ ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുന്നു. ഈ മഹാദുരന്തത്തിൽ 300-ലധികം മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ട ആ ജോഗ്രഫി, അത് അവിടെ മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ മുഴുവൻ ഇപ്പോൾ മോഹൻലാൽ എത്തിയിരിക്കുന്നു. ആശ്വാസവാക്കുകളുമായി അദ്ദേഹം അവരോടക്കം ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രദേശവാസിയെ ഒരാളെ വിളിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ തേടിയിരുന്നു. ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഉച്ചയോടെയോ അദ്ദേഹം ക്യാമ്പുകളിലേക്ക് സന്ദർശനം നടത്തുമെന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനം. അങ്ങനെ വയനാട് പറയപ്പെടുന്ന ഒരു ജില്ല ഒന്നാകെ മഹാദുഃഖത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്വാഭാവികമായും ഇവിടെ എത്തി ആർമിയുടെ ഭാഗമായി അദ്ദേഹം വിവരങ്ങൾ തിരക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും ഒരേപോലെ ആശ്വാസമാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഓരോ സ്ഥലത്ത് ഇറങ്ങിയപ്പോഴും അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ചില വിവരങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം, ഈ ജോഗ്രഫി എങ്ങനെയാണ്, അതിനുമപ്പുറത്തേക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും മോഹൻലാൽ അവരോട് ചോദിച്ചറിയുന്നത്. ഈ ജോഗ്രഫി അത് അത്യന്തം ദുർഘടമായ, അത്യന്തം ദുരന്ത ഭീഷണിയുള്ള ഒരു ജോഗ്രഫിയാണ്. ആ ജോഗ്രഫിയിൽ ഇപ്പോൾ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ നേരിട്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങൾ അത് ഈ ആർമി ഓഫീഷ്യൽസുമായും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരുപക്ഷെ ഈ പുഞ്ചിരിമട്ടത്ത് നിന്ന് കുറച്ച് ഭാഗത്തേക്ക് മുകളിൽ കൂടി അദ്ദേഹം കയറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയം മുൻപാണ് ചൂരൽമലയിൽ എത്തിയത്. അവിടെ നേരെ മുണ്ടക്കൈയിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ ഇറങ്ങി കാര്യങ്ങൾ വിലയിരുത്തി. അതിനുശേഷം ഇപ്പോഴേക്ക് അദ്ദേഹം ഇപ്പുറത്തേക്ക് വരികയാണ്. ഈ ഭാഗത്തേക്ക് അദ്ദേഹം വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തം. ഏതായാലും ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അദ്ദേഹം ഈ ദുരന്ത മേഖലയിലെത്തി ഈ വലിയ ദുഃഖത്തിലായിരിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിച്ച് ഈ വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന മനുഷ്യന്മാർക്ക് ആത്മവിശ്വാസം നൽകി അവരെ സ്നേഹാദരവോടെ ചേർത്ത് പിടിച്ച് മോഹൻലാൽ മടങ്ങുകയാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാൻ വഴിയില്ല. ഇതൊരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വച്ച് കാണാൻ സാധ്യതയില്ല.
ഒരു ചൂരൽമലയിലും എവിടെയെങ്കിലും കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയുമില്ല. ഏതായാലും ഈ രണ്ട് സ്ഥലങ്ങളിലും അദ്ദേഹം ഇപ്പോൾ ഈ പരിശോധന ഈ അദ്ദേഹം ഇവിടെ എത്തി കാര്യങ്ങൾ സന്ദർശിക്കുകയാണ്, വിലയിരുത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങും. ഹഷ്മി. നടൻ മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ സൈനികൻ കൂടിയായ മോഹൻലാൽ സൈനികരായ സഹപ്രവർത്തകരോടൊപ്പം നിൽക്കുകയാണ്. അവിടെ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈ മേഖലയിലുമൊക്കെ അവർ ഈ ദിവസങ്ങളിലൊക്കെ വലിയ രക്ഷാദൗത്യത്തിൽ വലിയ അധ്വാനം ചെയ്യുന്ന ഒരു സേനാവിഭാഗമാണ്. സൈന്യം മാത്രമല്ല, NDRF, കേരള ഫയർഫോഴ്സിൻ്റെ വലിയ സംഖ്യ, കേരള പോലീസ് അടക്കമുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു ദുരന്തമുഖമാണ്. അങ്ങോട്ടേക്ക് മോഹൻലാൽ എത്തുന്നു. മോഹൻലാൽ ആദ്യം ചൂരൽമലയിൽ നിന്ന് ബെയിലിപ്പാലത്തിൽ സൈനിക വാഹനത്തിൽ തന്നെ മുണ്ടക്കയിലേക്ക് എത്തി. അവിടെയും ഇതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം ഇപ്പോൾ പുഞ്ചിരിമട്ടത്തേക്ക് എത്തി. അവിടെ പ്രദേശവാസികളോട് അവർ നേരിട്ട അനുഭവിച്ച ഭയാനകമായ അനുഭവത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ മടങ്ങുകയാണ് മോഹൻലാൽ അധികം വൈകാതെ എന്നാണ് തോന്നുന്നത്. അധിക സമയം അവിടെ നിൽക്കുമോ എന്നറിയില്ല മോഹൻലാൽ. ആദ്യം അദ്ദേഹം വന്നത് സൈനിക ക്യാമ്പിലേക്കാണ് മോഹൻലാൽ വന്നത്. അതിനുശേഷമാണ് ഈ ദുരന്തഭൂമി സന്ദർശിക്കാൻ ഉദ്ദേശത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ കണ്ടു അവിടെയുള്ള രണ്ട് ആൾക്കാരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മോഹൻലാൽ സൈനിക യൂണിഫോമിലെത്തി എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ ആരാധകർ ഒക്കെ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സൈനിക വേഷത്തിൽ ഇടയ്ക്ക് കാണാറുണ്ട്. ഈ കുറേ നാളായി സൈനിക വേഷത്തിൽ കാണുന്നില്ല. ഇപ്പോൾ ദുരന്തഭൂമിയിൽ സൈനികനായി തന്നെയാണ് ആശ്വാസമേകാൻ മോഹൻലാൽ അവിടേക്ക് എത്തിയത്. ആദ്യം ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് മോഹൻലാൽ അവിടെ എത്തിയത്. അതിനുശേഷം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ സന്ദർശിക്കുകയാണിപ്പോൾ. സൈനികരെ മോഹൻലാൽ കാണുന്നുണ്ട്. കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് മോഹൻലാൽ വയനാട്ടിലേക്ക് എത്തിയത്. സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അവിടെ ക്യാമ്പിലും ഇപ്പോഴൊക്കെ ചർച്ച നടത്തുകയാണ്. ഈ ഉരുൾപൊട്ടൽ വല്ലാത്ത രീതിയിൽ വ്യാപ്തിയിൽ അങ്ങോട്ടേക്ക് പോകുന്നു. മോഹൻലാലിനെ പോലെ ഒരാൾ എത്തുന്നത് രണ്ട് രീതിയിലാണ് ഗുണകരമാവുക. ഒന്ന്, ഈ ദുരന്തം ബാധിച്ച മേഖലയിലെ ആളുകൾക്ക് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒരു മേഖലയുടെ ജനതയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന സന്ദേശം അദ്ദേഹം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ 5 ദിവസം ഈ പോയ ദിവസങ്ങളിലൊക്കെ ഈ രക്ഷാദൗത്യ പ്രവർത്തകർ നേരിടുന്ന പ്രതിസന്ധി അവിടെ ചെറുതല്ല. അങ്ങേയറ്റം ദുഷ്കരമായ കാലാവസ്ഥ, എപ്പോൾ വേണമെങ്കിലും പിന്നെയും മണ്ണിടിയാം എന്നുള്ള ഭീഷണി, കാല് ചവിട്ടിയാൽ കാല് അരയോളം പുണ്ടുപോകുന്ന സാഹചര്യം, അങ്ങനെ പല ദുഷ്കര സാഹചര്യങ്ങളിലും നിലനിൽക്കുന്ന രക്ഷാപ്രവർത്തകർക്കൊപ്പം നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്കും ഒരു മൊറൽ ബൂസ്റ്റ് കൊടുക്കുക എന്ന രണ്ട് ഉദ്ദേശങ്ങൾ മോഹൻലാലിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവിനുണ്ട്. മോഹൻലാലിൻ്റെ ദുരിതാശ്വാസ നിധിക്കടക്കം സംഭാവന നൽകിയ ശേഷമാണ് മോഹൻലാലിൻ്റെ ദുരന്തഭൂമിയിലേക്കുള്ള വരവ്. അവിടുത്തെ സന്ദർശനം ദുരന്തബാധിതർക്ക് അത് ആശ്വാസമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല.